ഇന്ന് നിങ്ങളുടെ പേഴ്സൺ ഒരു സോറിയൊക്കെ പറഞ്ഞ് തിരികെ വരുമോ നോക്കാം. നിങ്ങൾ ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ഒരു വ്യക്തി തിരികെ വരണമെന്ന്. അതുപോലെ തന്നെ നിങ്ങളോട് എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു സോറി ചോദിച്ചുകൊണ്ട് തന്നെ ഒരു പേഴ്സൺ തിരികെ വന്നിരുന്നെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാമായിരുന്നു എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യുന്നവരായിരിക്കും നിങ്ങൾ കുറച്ച് പേരെങ്കിലും. സോ അങ്ങനെ വരുമോ എന്ന് നോക്കാം. 2 കാർഡ്സ് വന്നിട്ടുണ്ട്. എനർജി പറയുന്നതിന് മുന്നേ ആദ്യമായിട്ട് ഈ ഒരു പേജ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഡെയിലി ഒന്നിൽ കൂടുതൽ റീഡിംഗ് വീഡിയോസ് ഞാൻ ഈ ഒരു പേജിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ മാക്സിമം ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ 2 കാർഡ്സ് ആണ് വന്നിട്ടുള്ളത്. കിങ് ഓഫ് വാൻഡ്സ് റിവേഴ്സ്ഡ് ആണ്, അതുപോലെ തന്നെ കിങ് ഓഫ് പെന്റാക്കിൾസും ഉണ്ട്. ഇപ്പോൾ കിങ് ഓഫ് വാൻഡ്സിന്റെ എനർജി നോക്കുകയാണെങ്കിൽ ഒരു പേഴ്സൺ ഇപ്പോൾ കുറച്ചൊരു ദേഷ്യത്തിലോ അല്ലെങ്കിൽ കുറച്ച് ഈഗോ ഒക്കെ ഉള്ള ഒരു ടൈമായിട്ട് കാണുന്നുണ്ട്. ആ ഒരു രീതിയിൽ, അതായത് കുറച്ച് ദേഷ്യത്തിലോ അല്ലെങ്കിൽ ഈഗോയുടെ ഒക്കെ പുറത്ത് ഇരിക്കുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ മുൻപ് പെട്ടെന്ന് ഉണ്ടായിട്ടുള്ളൊരു ദേഷ്യത്തിലെടുത്ത എന്തെങ്കിലും ഒരു തീരുമാനങ്ങൾ അവരെ കുറച്ചുകൂടി ഒരു ആശയക്കുഴപ്പത്തിലൊക്കെ ആക്കുന്നുണ്ട്, ഒരു കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു സ്റ്റേജ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പം അന്ന് എടുത്തു ചാടി ചെയ്തിട്ടുള്ളൊരു കാര്യം അല്ലെങ്കിൽ ആ ഒരു എടുത്തുചാട്ടമൊക്കെ മാറ്റി വെക്കണമെന്ന് അവർക്കുണ്ട്. പക്ഷെ അത് ശ്രമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു ദേഷ്യം അല്ലെങ്കിൽ ഈഗോ ഒക്കെ കാരണം അത് ആ ഒരു രീതിയിൽ ഇരിക്കുന്ന പോലെ ഫീൽ ആവുന്നുണ്ട്. അതുപോലെ തന്നെ കിങ് ഓഫ് പെന്റാക്കിൾസിന് എനർജി ആണെന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാർഡാണ് ഈ ഒരു റീഡിങ്ങിൽ. അതായത് ആ ഒരു പേഴ്സൺ ഇപ്പോൾ കുറച്ചൊക്കെ ഒരു പക്വതയോടെ കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അതായത് ഇപ്പോൾ മുൻപ് കിട്ടിയിട്ടുള്ള ആ ഒരു കാർഡ് കിങ് ഓഫ് വാൻഡ്സ് ആയിരുന്നു. അപ്പോൾ ഒരു ഈഗോയും ദേഷ്യമൊക്കെ ഉണ്ടെങ്കിലും പഴയ കാര്യങ്ങളൊക്കെ ദേഷ്യം അല്ലെങ്കിൽ എടുത്തു ചാടി പ്രവർത്തിച്ചതും ഒക്കെ ഒന്ന് മാറ്റിവെച്ച് കുറച്ചുകൂടെ ക്ലാരിറ്റിയോട് കൂടി കുറച്ചുകൂടെ മെച്ചുവേർഡായിട്ട് ചിന്തിക്കാൻ ഒരു തോട്ട് ആ ഒരു പേഴ്സന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ എനിക്ക് സോറി പറഞ്ഞ് വന്നാൽ പോലും കുറച്ചൊരു സമയമെടുക്കും. അതായത് ഇപ്പോൾ പെട്ടെന്നുള്ളൊരു റിയൂണിയൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെയുള്ളൊരു മാറ്റം ഈ ഒരു പേഴ്സണിൽ നിന്നും എക്സ്പെക്ട് ചെയ്യേണ്ട. ഒരു ടൈം എടുത്ത് ആലോചിച്ചൊക്കെ തീരുമാനത്തിലെത്തി തിരികെ വരാനുള്ള പോസിബിലിറ്റിയാണ് കാണുന്നത്. കാരണം ഈ ഒരു പേഴ്സൺ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും, അതായത് ഈ ഒരു വ്യക്തിയുടെ ഒരു നേച്ചർ എന്ന് മനസ്സിലായി, ഈ 2 കാർഡ്സിൽ നിന്ന് മനസ്സിലാവുന്നത് താൻ ചെയ്തിട്ടുള്ള തെറ്റുകളൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടുള്ള ഒരു കൂട്ടത്തിലാണ്. അതായത് തെറ്റാണ് ചെയ്തതെന്ന് അറിയാമെങ്കിലും അത് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എടുത്തു പറയുമ്പോൾ അതൊരു കുറച്ചിലായി പോകുമോ, അത് ഒരു ഈഗോ ഒക്കെ ഉള്ള ഒരു പേഴ്സണായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് പക്ഷെ അറിയാം എൻ്റെ ഈഗോ കാരണമാണ് അല്ലെങ്കിൽ ഞാൻ കാരണമാണ് ഈ റിലേഷൻ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്, സ്റ്റക്കായി പോയത്, പക്ഷെ ഞാൻ തന്നെ ഇവിടെ അഫോർട്ട് ഇടണം എന്നുള്ളൊരു തോട്ട്സ് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു കൺക്ലൂഷനോളം പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേയധികം ഒരു ഈഗോസ്റ്റിക് ആയിട്ടുള്ള പേഴ്സൺ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് പതിയെ പതിയെ ആ ഒരു ഈഗോയും ദേഷ്യവും ഒക്കെ ഒന്ന് പതുക്കെ മാറി തുടങ്ങുന്നുണ്ട്. അവരിപ്പോൾ കാര്യങ്ങളെ കുറച്ചുകൂടെ ഗൗരവത്തോടെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ വെറുതെ ഒരു മാപ്പ് പറയുന്നതിന് പകരം ഇപ്പോൾ നിങ്ങളോടൊപ്പം ഒരു ഉറച്ച ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഇവരുടെ ഒരു തീരുമാനവും അല്ലെങ്കിൽ ഇങ്ങനെ തിരികെ വരുന്നതും ഒക്കെ തന്നെ കുറച്ചൊരു സ്ലോ പ്രോഗ്രസ് ആയിരിക്കും. കാരണം ഇവർക്ക് ആലോചിച്ച് അവർ ആ ഒരു ക്ഷമാപണം നടത്തി വരാൻ മാത്രം